സർ, അന്നത്തെ സമൂഹം വിദ്യാഭ്യാസത്തെ അംഗീകരിച്ചില്ലല്ലോ. അപ്പോൾ അന്ന് സാറ് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അന്നത്തെ സ്കൂൾ ഉണ്ടാകുന്നതിനുള്ള വെല്ലുവിളിയാ, വളർച്ചയ്ക്കുള്ള വെല്ലുവിളി. അന്ന് ഇത് ഈ സ്ഥാപനം തുടങ്ങിയത് തന്നെ ഒരുപാട് കാലം ഇത് കുറച്ചൊരു ദീർഘിപ്പിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ക്രസൻ്റ് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് പണ്ട് വാണിമേലൊരു സ്കൂൾ ഉണ്ടാവണം എന്നൊരാഗ്രഹം പണ്ട് തന്നെ വാണിയക്കാരുടെ മനസ്സിലുള്ള ഒരു കാര്യമായിരുന്നു. അതിനു വേണ്ടി വളരെയധികം വാണിമേൽ വൈലപ്പീടിയൻ്റെ ഭാഗത്തുണ്ടാകാൻ വേണ്ടി വളരെ ഒരു ശ്രമം പി വി കുഞ്ഞമുദാജിയുടെ കാലത്ത് നടത്തി അന്നൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, കളക്ടർ മുസാമൽ സെക്രട്ടറി. അപ്പോൾ വേണ്ടപ്പെട്ട സ്ഥലം കിട്ടാത്തത് കൊണ്ട് അന്ന് ഒഴിവായതാണ്. പിന്നീട് ഞാൻ ജോയിൻ്റിലാക്കി പിന്നെ ആ പ്രവർത്തനം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നൊരു ഓർഡർ ഉണ്ടായി. പ്രൈവറ്റ് മേഖലയിൽ സ്കൂളിൽ കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു അന്ന് EMS ഭരിച്ചിരുന്ന കാലത്ത് ഭരിച്ച കാലത്തുള്ളൊരു ഓർഡറാണ്. പ്രൈവറ്റ് മേഖലയിൽ ഇനി സ്കൂൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ വെള്ളിയോട് മേഖലയിൽ ഒരു സ്കൂളിന് വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ അവർ പ്രവർത്തിച്ചു തുടങ്ങി, ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കാര്യം പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ വേണ്ട ആവശ്യമുള്ളയിടത്ത്, അപ്പോൾ ആദ്യത്തെ ആ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം അനുസരിച്ചിട്ട് ഒരു ഏരിയൽ ഹൈസ്കൂൾ വേണ്ടി എന്നുള്ളത് ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തി വെള്ളിയോട് ഏറിയ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തു. അതാണ് സ്കൂൾ ഉണ്ടാകാനുള്ള ആദ്യത്തെ പ്രൊസീജിയർ. വെള്ളിയോട് മേഖലയിൽ ഒരു സ്കൂൾ അനുവദിക്കാമെന്ന് നോട്ടിഫൈ ചെയ്തു. വെള്ളിയോട് അന്ന് UP സ്കൂളേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് എടുത്ത് കളി വേണമെങ്കിൽ പ്രൈവറ്റ് ഏജൻസിക്കും ഈ സ്കൂൾ കൊടുക്കുക ആവശ്യമുള്ള എടുത്ത് എന്നുള്ള നിയമം പിന്നീട് ഗവൺമെൻറ് പാസ്സാക്കി. അപ്പോൾ ഇത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ്, അന്ന് ഞാൻ ആയഞ്ചേരി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭൂമിയാക്കൽ വന്ന് മീൻ ഷാപ്പിൽ നിന്ന് ഞാൻ മീനും വാങ്ങി. അതുപോലെ അന്നേരം CK മമ്മു മാഷും വന്ന് പ്രൊഫസർ അബ്ദുള്ള സാഹിബും വന്ന് മീൻ വാങ്ങാൻ. അങ്ങനെ ഞങ്ങൾ 3 പേരും മീൻ വാങ്ങാൻ വന്നപ്പോൾ മമ്മു മാഷെ തൊക്കിലൊരു ന്യൂസ് പേപ്പറുണ്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. അത് ഞാനിങ്ങനെ ചുറ്റും എഡിങ് മാത്രം നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എഡിങ് മാത്രം നോക്കി വായിച്ചപ്പോൾ ആവശ്യമാണെങ്കിൽ പ്രൈവറ്റ് മേഖലയിലും സ്കൂളുകൾ അനുവദിക്കും എന്ന് വലിയ ഹെഡിങ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ ഞാൻ മമ്മു മാഷോട് പറഞ്ഞു, ലെക്ചറും മമ്മു മാഷോടും പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കിയാൽ ഒരു സ്കൂൾ കിട്ടുമല്ലോ, പ്രൈവറ്റ് മേഖലയിലും ഇത് കൊടുക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്താവം. അങ്ങനെ എനിക്കെന്താടോ നമുക്ക് അതിനാവില്ല, എവിടെയാ സ്ഥലം കിട്ടുന്നത്, വിഷമങ്ങളെല്ലാം പറഞ്ഞു. എന്നാലും നമ്മൾ തന്നെ ശ്രമിച്ചോട്ടെ. അത് ആൾക്കാർക്കും അതിന് കാശൊന്നും തിരിയില്ല. അന്ന് ഈ വാണിമേലപ്പുഴക്ക് പാലം കിട്ടിയത് കൊണ്ടല്ല, വളരെ സാമ്പത്തികമായി ജനങ്ങൾ സഹായിച്ചിട്ടാണ് ആ പാലമൊക്കെ കിട്ടിയത്. അപ്പോൾ ഒരുപാട് മദ്രസകളൊക്കെ ഉണ്ടാകുന്നത്, അത് നമുക്ക് പൈസക്കൊന്നും ഇപ്പോൾ ആവുമല്ലോ, അത് വലിയ പൈസേൻ്റെ പരിപാടിയാണ്, ഇപ്പം നടക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചൂടെ. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനിയൊരു കത്ത് എടുത്തിട്ട് ഇവിടെ ആദ്യമായിട്ട് ഭൂമിയൊക്കെ സ്ഥലത്തുള്ള എല്ലാവർക്കും ഒന്ന് അയച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഏൽപ്പിച്ച് കത്തടിക്കാണ്ട് ഒരു 15 റുപ്യ ചിലവ് ചെയ്ത് ഞാൻ കത്തടിപ്പിച്ച് ഭൂമിയൊക്കെയുള്ള ആൾക്ക് ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ആയിട്ടുള്ള ആല്യസനായി അങ്ങനെ കണ്ട ആൾക്കാർക്ക് കുറേ കുട്ടിയാലിയായി ഇങ്ങനെ കണ്ട കുറേ ആൾക്ക് 20-25 ആൾക്ക് കത്ത് കൊടുത്ത് ഒരു വൈകുന്നേരം കൂടെ ഒരു യോഗം ചേർന്ന്. അപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരാവേശം, അത് നമുക്ക് ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും വേണം. കുട്ടികളൊന്നും സ്കൂളിൽ പോകാത്തത് ഈ സമരത്തിന് പോയി കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാഴ്ചപ്പാടിൽ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് നമുക്കൊരു വലിയൊരു യോഗം വിളിക്കണം, എനിക്ക് തീരുമാനിക്കണമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വാണിമേലി സ്കൂളിൽ PV കുഞ്ഞമുദാജിയുടെ നേതൃത്വത്തിൽ തരുയാജിനൊക്കെ കൂട്ടിയിട്ട് ഭൂമിയാൽക്കെന്നും വാണിയെന്നും എല്ലാം ഉള്ള ആൾക്കാരെ യോഗം വിളിച്ചു. എല്ലാവർക്കും അത് വലിയൊരാവേശമായി. അങ്ങനെ ആവേശമായപ്പോൾ അതിൽ നിന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു 40 അംഗ കമ്മിറ്റി. അങ്ങനെയുള്ള ആ കമ്മിറ്റി പിന്നീട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്രിസൻ്റ് സ്കൂൾ ഉണ്ടായത്. വളരെയധികം ഇതാക്കിയിട്ടുണ്ട്. അതാണ് ഈ ക്രിസൻ്റ് സ്കൂൾ ഇവിടെ ആവാനുള്ള കാരണം,
വാണിമേലിൻ്റെ അതിർത്തിയാണിത്. ഇതിൻ്റെ അപ്പുറം വെള്ളിയോടാണ്. പറഞ്ഞു തരുന്നോ? ആ പള്ളിയുടെ അപ്പുറം വെള്ളിയോട് ഏറിയാണ്. ഇതുവരെ ഇത് വാണിയേൽ ഏറിയാണ്. അപ്പോൾ ഈ വാണിയേൽ ഏറിയ ഇവിടെയൊക്കെ സ്ഥലം കിട്ടും. അല്ല, ഇതുവരെ വെള്ളിയോട് ഏറിയാണ് ഈ സ്കൂൾ നിൽക്കുന്ന സ്ഥലം. അവിടെ നമ്മളെ കക്കൂട്ടത്തിൽ അവിടെയൊക്കെ ബാലവാടിൻ്റെ അവിടെയൊക്കെ സ്കൂളിന് വേണ്ട സ്ഥലം കിട്ടും. പക്ഷേ അത് വാണിമേൽ ഏരിയയാണ്. പക്ഷേ ഗസ്റ്റിൽ നോട്ടിഫൈ ചെയ്ത് വെള്ളിയോട് ഏരിയ തന്നെയായിരിക്കണം. ഗസ്റ്റിൽ നോട്ടിഫൈ ചെയ്തു ഇരിക്കുന്നത്. അപ്പോൾ സ്ഥലം മാറിയാൽ ഒരാൾ കോടതിയിൽ പോയാൽ തള്ളിപ്പോകും, നമുക്ക് സ്കൂൾ കിട്ടില്ല. അപ്പോൾ ഈ വാണിമേൽ ഏരിയ വിടുന്നായത് കൊണ്ട് ഇവിടെ മാത്രമേ നമുക്ക് സ്ഥലം കിട്ടുകയുള്ളൂ. ഈ ആയിട്ടുള്ള മൊയ്ത് സാഹിബ് ഫ്രീ ആയിട്ട് തന്നതാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഈ സ്കൂളിന് ഏറ്റവും ഉണ്ടാവാനുള്ള കാരണക്കാരൻ മർഹൂം ഏയാറ്റിൽ മൊയ്തു മാഷാണ്. സ്ഥലം വില്ലേറ്റ് ഒരിക്കൽ പോട്ടെ എന്ന് വിചാരിച്ചാണ്, സ്കൂള് വേണ്ട എന്ന് വിചാരിച്ചാണ്. എൻ്റെ ആയഞ്ചേരിക്ക് ഇങ്ങനെ ഞാനും മൊയ്തു മാഷും അവിടെ അധ്യാപകനാണ്. നടന്നു പോകുമ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞപ്പോഴാണ് സ്ഥലം എനിക്ക് ഇത്തരം വേണോ എന്ന് ചോദിച്ചു. 3 ഏക്കർ, ചുരുക്കം 3 ഏക്കർ വേണമെന്ന് പറഞ്ഞു. 3 ഏക്കർ വണ്ടിക്ക് ആധാരത്തെ കിട്ടിയാൽ മതി എന്ന് ചോദിച്ചു. ആധാരത്തെ കിട്ടിയാൽ മതി, പിന്നെ രേഖയല്ലേ നമ്മൾ നോക്കിയിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു നോക്കുമ്പോൾ ഇവിടെയാണ് സ്ഥലം. അപ്പോൾ അത് ഞാൻ തരാൻ തന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉടനെ തന്നെ അന്ന് തന്നെ ആയഞ്ചേരി ഞാൻ ഇങ്ങോട്ടേക്ക് മടങ്ങി തറുവി ഹാജിനെ കണ്ട്. അങ്ങനെ മൊയ്ത് ഒരു 3/4 പോലും വാങ്ങാണ്ട് രജിസ്റ്ററാക്കി ആധാരം തറുവി ഹാജിൻ്റെ അടുത്ത് കൊടുത്ത്. അങ്ങനത്തെ മൊയ്ത് മാഷ് ഇവിടെ ഒരു 7 മാസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, മരിച്ചുപോയി. മുമ്പ് വാണിമേൽ രാഷ്ട്രീയ കലാപങ്ങളുടെ സ്ഥലമാണെന്ന് ഞങ്ങൾ കേട്ടു. അപ്പോൾ ഈ തരത്തിലുള്ള കലാപങ്ങൾ ക്രസൻറ്റ് സ്കൂളിനെ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ബാധിച്ചതെന്ന് വിവരിക്കാം. എന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ഒരു വിവാദമുണ്ടാക്കാൻ. ഇന്ന് നമ്മുടെ ഗ്രാമം വളരെ ശാന്തമാണ്, പരസ്പരം സ്നേഹിച്ചു കൊണ്ട് ജീവിക്കുകയാണ്. പണ്ടും നമ്മൾ വളരെ സ്നേഹത്തിലായിരുന്നു ഈ നാട്ടിൽ ജീവിച്ചിരുന്നത്. അങ്ങനെ പരസ്പരം ഐക്യത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ വിവാദപരമായ അത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കൊണ്ട് മനസ്സിനെ മുഷിപ്പുണ്ടാക്കരുത്. ആർക്കും ആരെയും മുഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരു ഹെഡ്മാസ്റ്റർ എന്ന നിലക്ക് അന്ന് എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ഒരു സത്യമാണ്. ഈ സ്ഥാപനം കുറേ കാലം അടച്ചിടേണ്ടി വരികയും ഒരു പോലീസ് നിയന്ത്രണത്തിൽ നിൽക്കേണ്ടി വന്നതും ആ കാലത്ത് മാത്രമാണ്. ആ സംഭവം സംഭവിച്ചതിന് ശേഷം 1-2 കൊല്ലക്കാലം വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം, സ്കൂളിൻ്റെ ആ നിലവാരം പുലർത്തിയെടുക്കാൻ വേണ്ടി ഞാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ കാര്യമാണ്. വളരെയധികം എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. എന്നാൽ പൂർവ്വസ്ഥിതി പ്രാപിച്ചെടുക്കാൻ എന്നെ അസംബ്ലി വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇന്ന് പലപ്പോഴും ഈ സ്കൂൾ പൂട്ടി തുറന്നപ്പോൾ പല നിരീക്ഷകന്മാരെയും അയച്ചുകൊണ്ട് സ്കൂൾ തുറന്നപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്നെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ചില നിരീക്ഷകന്മാരെ അയച്ചുകൊണ്ട് പല അസംബ്ലികളിലും ഞാൻ ആദ്യം ആ സ്കൂൾ പൂട്ടി തുറന്നപ്പോൾ കുട്ടികളെയൊക്കെ വിളിച്ച ഒരു അസംബ്ലിയിൽ നമ്മൾ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ നാം അറിഞ്ഞിരിക്കേണ്ടത്, നാം തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഓരോ മനുഷ്യനും അവൻ രാജു ശ്വസിക്കുന്നതോ മാലതി ശ്വസിക്കുന്നതും ആയിഷ ശ്വസിക്കുന്നതും അഹമ്മദ് ശ്വസിക്കുന്നതും രാഘവൻ ശ്വസിക്കുന്നതും ഒരേ വായുവാണ്, ഒരേ ഒരു വായുവാണ്. ഭക്ഷണം കഴിക്കുന്നത് വിശപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും ആണ്. നമ്മളൊക്കെ ഒരേ മാതാവിൻ്റെയും ഒരേ പിതാവിൻ്റെയും മക്കളാണ്. രക്തത്തിലുള്ള അണുക്കൾ ഒരേപോലെയുള്ളതാണ്. രാജൻ്റെയും ഹബീബിൻ്റെയും മത്തായിയുടെയും അബ്ദുള്ളയുടെയും, പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സതീശൻ്റെയും, സതീശൻ്റെ അടുത്ത് നിൽക്കുന്ന മുഹമ്മദിൻ്റെയും ഒക്കെ രക്തത്തിൽ അണുക്കൾക്കൊരു വ്യത്യാസവുമില്ല. ശ്വസിക്കുന്നത് വായുവാണ്.
എല്ലാവരും സൃഷ്ടിക്കുന്ന വായുവാണ്. ഇങ്ങനെയുള്ള കുറേ അസംബ്ലി പ്രസംഗങ്ങൾ നടത്തി കുട്ടികളിൽ നിന്ന് ഒരിക്കലും തന്നെ ഒരു വികൃതിത്തരവും ഉണ്ടായിട്ടില്ല. ആ കാലത്ത് കുട്ടികൾ ശാന്തമായി എപ്പോഴും ഇരിക്കുകയും പുറത്തുള്ള രാഷ്ട്രീയക്കാർ ഇന്നേ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിനൊരു സംവാദം ഉണ്ടാക്കിയിട്ട് വീണ്ടും നമുക്ക് അതിനെക്കുറിച്ച് വാട്സപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞ് വീണ്ടും ഈ ശാന്തമായ സാമൂഹ്യ മണ്ഡലത്തെ മലിനമാക്കേണ്ട ആവശ്യം നമുക്കില്ല. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതല്ല. ഒരു മാനസിക ഐക്യം ഉണ്ടാക്കി ഒരു സന്തുഷ്ട സമൂഹത്തെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ പോകട്ടെ. മേലിൽ നമുക്ക് ഒന്നായി ഒരു സമൂഹമായി എല്ലാവർക്കും ഒന്നായി സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി മനുഷ്യൻ എന്നുള്ള നിലക്ക് മാനസിക മൂല്യങ്ങളെ മാനിച്ചുകൊണ്ട് സ്വന്തം തോളോട് തോട് ചേർന്നുകൊണ്ട് സന്തുഷ്ടമായ ഒരു ജീവിതം ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുരോഗമനമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കും. അത് എല്ലാവർക്കും അത് അനുഭവിക്കാൻ സാധിക്കും. ഇനി നേരെ വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിലോ അതിൻ്റെ നാശം എല്ലാവരും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് ആദ്യം പറഞ്ഞ ആ മഹനീയ മാതൃകക്ക് ശക്തി പകരുവാൻ ഈ സ്ഥാപനവും ഇതിൻ്റെ അടുത്തുള്ള സ്ഥാപനങ്ങൾക്കും എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പഞ്ചായത്തിന് 3 ഹൈസ്കൂളുള്ള ഒരു സ്ഥലം നമ്മുടെ വാടിയൽ പഞ്ചായത്തിലുള്ളൂ. നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉയരാൻ സാധിക്കണം. ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാക്കാനും സമൂഹത്തെ ചലിപ്പിക്കാനും നേരായ മാർഗത്തിലേക്ക് നയിക്കാനുമുള്ള നേതാക്കന്മാർ നമ്മുടെ വിദ്യാഭ്യാസ നവമണ്ഡലത്തിൽ നിന്ന് നമുക്ക് വളർത്താൻ സാധിക്കണം. സർ, ഇവരെല്ലാം ചോദിച്ചത് സാറുടെ അധ്യാപന ജീവിതത്തെക്കുറിച്ചും ഈ സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണല്ലേ. എനിക്ക് ചോദിക്കാനുള്ളത് സാറുടെ കുടുംബത്തെക്കുറിച്ചാണ്. ഞാനിപ്പോൾ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയുമാണ് ഉള്ളത്. എനിക്ക് 6 മക്കളുണ്ട്. 2 ആൺമക്കളും 4 പെൺമക്കളുമാണ്. ഏറ്റവും മൂത്തത് സഖീന എന്ന് പറയും. ഇവിടെയാണ് പഠിച്ചത്. അവളാണ് 10ാം തരത്തിലെത്തിയപ്പോൾ പഠനം സമൂഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് നിർത്തേണ്ടി വന്നു. കല്യാണം കഴിച്ച് നമ്പ്യത്താൻ കൊണ്ട് ആമത് മാഷക്കാണ് കല്യാണം കഴിച്ചത്. ആമത് മാഷ് പിന്നീട് അവൾക്ക് 2 കുട്ടികളുണ്ട്. അവൾക്ക് ആ 2 കുട്ടികളും എൻജിനീയർമാർ തന്നെയാണ് കല്യാണം കഴിച്ചത്. അവർ ഇപ്പോൾ ഖത്തറിലാണ് 2 പേരും ഉള്ളത്. അവിടെ ഒന്നിച്ച് താമസിച്ചിരിക്കുകയാണ്. പിന്നെയാണ് ഈ സക്കീനയുടെ അനുജത്തി ഒരു സഫിയ ഉണ്ട്. അവൾ കായക്കൊടി ഹൈസ്കൂളിലെ ഒരാളാണ്. കല്യാണം കഴിച്ചത് MK കുഞ്ഞബ്ദുല്ല എന്ന് പറയും ഹൈസ്കൂളാണ്. ഇവളും ഹൈസ്കൂളാണ്, കായക്കൊടി ഹൈസ്കൂൾ. അവിടുത്തെ ടീച്ചറാണ്. അവൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർഡ് ആവും. അവൾക്കും 2 കുട്ടികളുണ്ട്. 2 കുട്ടികളും എൻജിനീയറിംഗ് പാസ്സായവരാണ്. ഒരാൾ ഇപ്പോഴും നാട്ടിൽ തന്നെ ഉണ്ട്, കല്യാണം കഴിച്ചതാണ്. നമ്മളെ വില്യാപ്പള്ളി ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആൾക്കാരില്ല, വില്യാപ്പള്ളി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, ഒരു ആളാണ് കല്യാണം കഴിച്ചത്. തണ്ണീർപ്പന്തലിൽ കുറച്ചപ്പുറമാണ് താമസം. സർ, കാർഷിക സംസ്കാരത്തെക്കുറിച്ചും കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ ഏറെ പഠിക്കുന്നുണ്ട്. വളരെ കാലമായി സർ മികച്ച ഒരു കർഷകനാണെന്ന് കേട്ടു. ഒരു കർഷകൻ എന്ന നിലയിൽ സാറിന് ഞങ്ങളോട് പറയാനുള്ള ഒരു ജീവിതാനുഭവം പങ്കുവെക്കാമോ? പഠനം നിർത്തിയോടൊപ്പം കാർഷിക മേഖലയിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പഠനത്തോടൊപ്പവും അധ്യാപകനായി ഇവിടെ ജോലി കിട്ടിയപ്പോഴും ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ കൃഷിയിൽ വളരെ താല്പര്യമാണ്. കാരണം എൻ്റെ പിതാവ് പണ്ടേ കൃഷിയിൽ വളരെ രാവിലെ എഴുന്നേറ്റ് പോയിട്ട് 1200 തൈയൊക്കെ മലയിൽ സ്ഥലത്തിൽ വെച്ച് പിടിപ്പിച്ചുണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ ഒരു പിതാവിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രചോദനം കൃഷിയിൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിട്ടയർഡായ ഒരു 10-400 ഉള്ള സ്ഥലത്ത് ഒരു 10-300 തൈ വെച്ച് വളർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-450 കവുങ്ങും തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തേക്ക് ഇങ്ങനെ വേണ്ട വൃക്ഷങ്ങൾ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആദായം എടുക്കുകയാണ്. അതൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. പൂച്ചിട്ട മാങ്ങ തിന്നുമ്പോൾ ഒരു സന്തോഷമാണ് പ്രത്യേകമായിട്ട്. ഇങ്ങ് സമ്പാദിച്ച് കളിയാൻ വേണ്ടിയിട്ടല്ല. കൂലിക്കാരനും ഇന്നത്തെ
ഇപ്പോൾ കുറച്ച് ദിവസമായി ശാരീരികമായി വളരെ ക്ഷീണിച്ചത് കൊണ്ട് ഒരു കൊല്ലത്തോളമായി ഇപ്പോഴേ അങ്ങനെയുള്ള കൈകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഏതായാലും കൃഷി ഒരു സംസ്കാരമാണ്, യാതൊരു സംശയവുമില്ല. ഈ സംഭാഷണം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇത്രയും ദൂരം നടന്നു പോയിട്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ഇത്രയും വലിയൊരു നിലയിൽ എത്തി നിൽക്കുന്നത് ഒരു പ്രചോദനമായിട്ട് കാണും. എന്തെങ്കിലും പ്രചോദനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഭാവിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രചോദനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റി നിങ്ങളെ ഒരു ഉപദേശം എന്നുള്ള നിലക്ക് അവസാനമായി പറയുകയാണ്, നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസിൽ നിന്നും പിന്മാറി നിൽക്കാൻ പാടില്ല. താല്പര്യമുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ആർദ്രവുമായിട്ട് പങ്കെടുത്തിട്ട് സക്സസ് ഓഫൺ കം ടു ദോസ് ഹു ഡെയർ ആൻഡ് ആക്ട്, ഇറ്റ് സെൽഡം ഗോസ് ടു ദ ടിമിഡ്. ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാക്കാണ്. വിജയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്, പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതാണ് വിജയം. അല്ലാത്തത് അലസമായ ജീവിതം നമ്മെ നശിപ്പിച്ചു കൊള്ളും.